എന്തെങ്കിലും അവൻ ചോദിച്ചാൽ പോലും ഒരിക്കലും നിന്റെ അമ്മയും അച്ഛനും അന്തി ഉറങ്ങുന്ന മണ്ണ് നിനക്ക് നഷ്ടപ്പെടില്ല എന്ന് മാത്രമേ രഞ്ജിത്തിന് പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. ഒരിക്കലും നിനക്കിത് നഷ്ടം വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല, നാളിതുവരെ പറഞ്ഞില്ല. അങ്ങനെ വന്നാൽ ഒത്തിരി സംവിധാനങ്ങളില്ലേ മേഡം, നമുക്ക് പിന്നെ പിന്നെ അവരുടെ അടുത്ത് പോയി നമുക്ക് സംസാരിച്ച് അങ്ങനെയാണെങ്കിൽ അതിന്റെ വഴിയിൽ അപ്പോഴും പോവാം. നമസ്കാരം. നെയ്യാറ്റിൻകരയിൽ കോടതി നടപടിക്കിടെ മരണപ്പെട്ടിട്ടുള്ള അമ്പിളി രാജേന്ദ്രൻ അവരുടെ മകൻ കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം തന്നെ ഉണ്ടാക്കിയിരുന്നു. അതായത് മരണപ്പെട്ട അച്ഛന്റെയും അമ്മയുടെയും കല്ലറ തകർക്കുന്ന തരത്തിലേക്ക് പോയി. വലിയ ആരോപണങ്ങൾ അല്ലെങ്കിൽ വലിയ പരാതികളാണ് ആ ഒരു കുട്ടി ഉന്നയിച്ചിരുന്നത്. അതിൽ പ്രധാനമായും പറഞ്ഞിരുന്നത് ഈ കേസിൽ പ്രധാനമായിട്ടുള്ള അഡ്വക്കേറ്റ് അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ നിർദ്ദേശപ്രകാരം ഈ കേസിൽ ഒരു പരാജയം അല്ലെങ്കിൽ അച്ഛന്റെയും അമ്മയുടെയും കല്ലറയടക്കം പൊളിക്കേണ്ടി വരുന്നതായിട്ടുള്ള സാഹചര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള ഒരു പ്രതികരണമാണ് രഞ്ജിത്തിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ ഒരു കേസിൽ ഒരുപാട് കാര്യങ്ങൾ ഇനി അറിയേണ്ടതുണ്ട്. അതിന്റെ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി നമ്മളിപ്പോൾ കേസിലുമായി ബന്ധപ്പെട്ട് നടത്തുന്ന അഡ്വക്കേറ്റ് LS ഷീലയുടെ മുൻപിലാണുള്ളത്. അവർ തന്നെ നമ്മളോട് കൂടുതൽ വിവരങ്ങൾ പ്രതികരിക്കുന്നു. ഞാൻ അവന്റെ അടുത്ത് അത്തരത്തിലൊന്നും പറഞ്ഞിരുന്നില്ല. OS 25/2020 ജൂൺ മാസം 20 പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അന്നത്തേക്ക് കൂടുതൽ കാര്യവിവര പത്രിക ഫയൽ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ 19 അവൻ ഇവിടെ വന്നു, പിന്നെ കാര്യവിവര പത്രിക സൈൻ ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞ് CMAയിൽ വന്നിട്ട് ഹൈക്കോടതിയിൽ ഓഫീസുകൾ കൊടുക്കണം. പിന്നെ അത് വേറൊന്നുമല്ല, ഇവിടെ ഉണ്ടായ ഒരു IAയുടെ ഒരു ഇടക്കാല ഉത്തരവിന്മേലുള്ള അപ്പീൽ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു സബ് കോടതിയുടെ നെയ്യാറ്റിൻകര. അപ്പം അത് തള്ളി ഉത്തരവായി. അപ്പം തള്ളി ഉത്തരവായപ്പോൾ നമുക്ക് അത് വിത്തിൻ 30 ഡേയ്സിൽ എന്ത് ചെയ്യണം, ഓഫീസുകൾ കൊടുക്കണം. അപ്പം അത് കൊടുക്കാൻ വേണ്ടിയുള്ള കാര്യം രഞ്ജിത്തിനോട് പറഞ്ഞിരുന്നു. കാരണം രഞ്ജിത്തിന് ഫിലോകാലിയയിൽ അഡ്വക്കേറ്റ് ഉണ്ട്. ആ അഡ്വക്കേറ്റ് ചെയ്യും എന്നെൻ്റെ അടുത്ത് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഉടനെ ചോദിച്ചു ആൻറ്റി ചെയ്യുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെയാണെങ്കിൽ ഞാൻ ചെയ്യുള്ളൂ, ഞാൻ ഹൈക്കോടതിയിൽ പോയി ചെയ്യില്ല എന്നുള്ളത് കാര്യം പറഞ്ഞു. വേറെ ഒരു പ്രശ്നമായിട്ട് പറഞ്ഞില്ല. പിന്നെ കേസ് ഇവിടെ നടന്നു വരുന്നതേ ഉള്ളൂ, കേസിൻ്റെ ഒന്നും ആയിട്ടില്ല. അപ്പോൾ രഞ്ജിത്തിൻ്റെ അടുത്ത് ചോദിച്ചു സെറ്റിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ ചോദിച്ചു. അപ്പം നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊന്നും ആയിട്ടില്ല, അതാവട്ടെ, ആവുന്ന സമയത്ത് നമുക്ക് സംസാരിക്കാമെന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. പിന്നെ അടുത്ത ദിവസം വരാൻ പറഞ്ഞിരുന്നു. 20 കേസ് ഇരിപ്പുണ്ട്, അന്നൊന്ന് വരണമെന്ന് പറഞ്ഞു. അത് വരണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഈ CMA തള്ളിയുണ്ടായ ഉത്തരവ് ഒന്ന് ഹൈക്കോടതിയിലോട്ട് കൊടുത്തു വിടാൻ വേണ്ടിയാണ്. കാരണം രഞ്ജിത്തിന് ഒരുപാട് അഡ്വക്കേറ്റുമാരെ എല്ലാവരെയും പരിചയമുണ്ട്. അത് മാത്രമല്ല രഞ്ജിത്തിനെ സഹായിക്കുന്ന വക്കീലന്മാരും ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. കാരണം ഫിലോകാലിയയിലും അഡ്വക്കേറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ കൊടുത്ത് അയക്കാൻ വേണ്ടി വരാൻ പറഞ്ഞിരുന്നത്. പക്ഷേ ആ 20 മുതൽ രഞ്ജിത്ത് ഫോൺ എടുക്കുന്നില്ല, വരുന്നില്ല. അതിനുശേഷം കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് വിളിക്കുമ്പോൾ ഫോൺ എടുത്തിട്ട് പറഞ്ഞു ആൻറ്റി ഞാൻ ഇനി അങ്ങോട്ടൊന്നും വരുന്നില്ല, കേസ് തോറ്റ്. ഞാൻ പറഞ്ഞു കേസ് തോറ്റെന്ന് ആര് പറഞ്ഞു? കേസ് തോറ്റിട്ടില്ലല്ലോ, കേസ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇല്ല, ഞാനൊരു കൊച്ചുകുട്ടിയല്ലേ, അപ്പോൾ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം വീണ്ടും ഇതുവരെ വിളിച്ചിട്ടില്ല രഞ്ജിത്ത്. ഇല്ല. ഒരു പ്രാവശ്യം മാത്രം കുറച്ച് ഫീസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതും ചോദിച്ചല്ല കൊണ്ടുവന്നത്. കാരണം അവൻ ഇവിടെ വന്നിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ചെറുതായിട്ട് തന്നിരുന്നു. ഇപ്പൊ ചോദിച്ചു ഫീസ് വേണമെന്ന്. ഞാൻ പറഞ്ഞു അതൊക്കെ പിന്നീടാവട്ടെ എന്ന് പറഞ്ഞു, അല്ലാതെ വേറെ ഒന്നും പറഞ്ഞില്ല. അതുപോലെ തന്നെ സെറ്റിൽമെന്റിന് വേണ്ടി എൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു അത് പിന്നീടാവട്ടെ, ഇപ്പോഴല്ല. അപ്പൊ അവൻ എമൗണ്ട് ഒക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അത്രയൊന്നും ഞാൻ അത് സംസാരിക്കില്ല, അതൊക്കെ പിന്നീടുള്ള കാര്യമാണ്, ഇപ്പൊ ഒന്നും അത് സംസാരിക്കാൻ പറ്റില്ല, അത് പിന്നീട് നമുക്ക് സംസാരിക്കാം, ഇപ്പൊ കേസ് നടക്കട്ടെ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. രഞ്ജിത്തിന്റെ അച്ഛമ്മയ്ക്ക് ഇതിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയുമെന്ന് അറിയില്ല. എങ്കിൽ പോലും നമ്മൾ സംസാരിച്ചപ്പോ പറഞ്ഞത് ഇപ്പോ കേസിന്റെ ഭാഗമായിട്ട് 7 ലക്ഷത്തിലധികം രൂപ വേണമെന്ന് വക്കീല് പറഞ്ഞു, അല്ലെങ്കിൽ വീടൊക്കെ പൊളിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി കൊടുക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്നൊക്കെയാണ് അച്ഛമ്മയുടെ ഒരു ധാരണ. ആ ഒരു സംഭവം എങ്ങനെയാണ് അച്ഛമ്മയ്ക്കും ജനങ്ങൾക്കും ഒരു ക്ലാരിഫിക്കേഷൻ ആയിട്ട്? ഒരിക്കലും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുമില്ല. ആ ഒരു തരത്തിലുള്ള ടോക്കിംഗ് ഇവിടെ നടന്നിട്ടില്ല. അതിനുവേണ്ടി രഞ്ജിത്ത് വന്നില്ലല്ലോ, വെറും സൈൻ ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ വരാമെന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോഴാണ് രഞ്ജിത്താണ് ഇങ്ങോട്ട് പറഞ്ഞത് ആൻറ്റി അതൊന്ന് സെറ്റിൽ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചു. ഞാൻ സെറ്റിൽ ചെയ്യാൻ സമയമായിട്ടില്ല, നമുക്ക് സെറ്റിൽ ചെയ്യാം എന്ന് പറഞ്ഞു. അല്ലാതെ സാമ്പത്തികത്തിനെ കുറിച്ച് ഒന്നും സംസാരിച്ചിട്ടില്ല. അതുപോലെ തന്നെ രഞ്ജിത്ത് ഇപ്പൊ ഉന്നയിച്ച ആരോപണം എന്ന് പറയുന്നത്
ഇപ്പൊ ക്രൈംബ്രാഞ്ച് ഇവരെ മരണത്തിന് ശേഷം ഒരു അന്വേഷണം നടത്തിയിരുന്നു. അപ്പൊ ആ അന്വേഷണത്തില് ഇവരും കുറ്റക്കാരായി വരുന്നു. അതായത് രഞ്ജിത്തിന്റെ മരണപ്പെട്ട അച്ഛനും അമ്മയും കുറ്റക്കാരായി വരുന്നു എന്ന് പറഞ്ഞിട്ടാണ് രഞ്ജിത്ത് ഈ ഒരു പ്രശ്നത്തിലേക്കൊക്കെ പോയത്. ഇപ്പൊ കല്ലറയൊക്കെ തകർക്കുന്ന രീതിയിലൊക്കെ പ്രവർത്തിച്ചത്. അങ്ങനെ ഒരു ടോക്കിംഗ് ഇവിടെ നടന്നിട്ടില്ല. അങ്ങനെയുള്ള വിവരം ഇപ്പം മാഡം പറയുമ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ അറിയുന്നത്. പക്ഷെ എനിക്കിപ്പോ ഒരു സംശയം എന്ന് പറയുന്നത്, ഈ ഉത്തരവുകളും പേപ്പറുകളും ഒക്കെ കൊണ്ട് ചിലപ്പോൾ രഞ്ജിത്ത് വേറെ ആരുടെങ്കിലും നിയമസഹായമോ അല്ലെങ്കിൽ നിയമത്തിന്റെ എന്തെങ്കിലും അറിയാനായിട്ട് ഉപദേശത്തിന് വേണ്ടി പോയിട്ടുണ്ടാവാം. പോയപ്പോൾ കിട്ടിയ മിഥ്യാധാരണകളിലൂടെ ആയിരിക്കാം ഇപ്രകാരം സംഭവിച്ചത്. അല്ലാതെ ഇവിടെ നിന്ന് അങ്ങനെയുള്ള ഒരു കാര്യം സംസാരിച്ചിട്ടില്ല. ഈ ക്രിമിനൽ കേസിനെ കുറിച്ച് അവൻ സംസാരിച്ചിട്ടേ ഇല്ല. ഇവിടെ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുമില്ല. ഈ കേസിന്റെ അവസ്ഥ, കേസ് ഈ രാജൻ അമ്പിളി മരിച്ച് അതിന്റെ നെക്സ്റ്റ് പോസ്റ്റിംഗ് കഴിഞ്ഞ് അതിന്റെ അടുത്തൊരു ഇത്രയും നാൾ പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു. അത് വാസ്തവമാണെങ്കിലും അതിന്റെ ഘട്ടത്തിൽ നിൽക്കുന്നേ ഉള്ളൂ. ഒരു നടപടികളിലോട്ടും പോയിട്ടില്ല. ഇനി കോടതിയിലെ ഇഷ്യൂ ഫ്രെയിം ചെയ്യാനുണ്ട്. ഇഷ്യൂസ് ഫ്രെയിം ചെയ്തതിന് ശേഷം നമുക്ക് പ്രീ ട്രയൽ സ്റ്റെപ്സ് ഉണ്ട്. ആ പ്രീ ട്രയൽ സ്റ്റെപ്സ് കഴിഞ്ഞതിന് ശേഷം ബാൻഡ് സ്കോട്ട് ഫീ എന്തെങ്കിലും അടയ്ക്കാനുണ്ടെങ്കിൽ അതൊക്കെ അടച്ച് അതിന് ശേഷമാണ് ട്രയൽ നടക്കുന്നത്. അപ്പൊ ആ ഒരു ഘട്ടത്തിൽ എത്തിയിട്ടില്ല. പക്ഷെ ഇതൊക്കെ മറ്റ് തെളിവുകൾ കൊടുക്കാനും എല്ലാ കാര്യങ്ങൾക്കും അവർ കൂടെ സഹകരിക്കുമെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ യഥാർത്ഥത്തിൽ ഇത് നല്ല രീതിയിൽ ട്രയൽ നടത്തി വന്നാൽ ഇതിനകത്തെന്ന് പറയുന്നത് അവർ അവകാശപ്പെടുന്ന പ്രമാണം OS 447/2001 നമ്പർ കേസിന്റെ വിധി പ്രകാരം കിട്ടിയെന്ന് പറയുന്നതാണ്. അങ്ങനെ ഒരു വിധി ഇവിടെ ഇല്ല. OS 447/2001 എന്ന് പറയുന്നത് ഉഷകുമാരി, വിനിതാലക്ഷ്മി വാദികളായിക്കൊണ്ട് രാജേന്ദ്രൻ, സുഗന്ധി, മേരി എന്നിവരെ പ്രതികളാക്കിക്കൊണ്ട് ഈ കേസിലെ വാദി, അതായത് വസന്ത, വക്കീലന്മാരെ കബളിപ്പിച്ചുകൊണ്ട് നെയ്യാറ്റിൻകരയില്, അത് മാത്രമേ എനിക്ക് പറയാൻ അറിയാവൂ. വക്കീലന്മാരെ കബളിപ്പിച്ചുകൊണ്ടും കോടതി നടപടികളിൽ അവിടെയും എന്തൊക്കെ ഫ്രോഡ് കാണിച്ചുകൊണ്ട് നോട്ട് പ്രസ് പറഞ്ഞെടുത്ത ഒരു സൂട്ടിന്മേൽ ഈ സുഗന്ധിയിൽ നിന്നും രാജേന്ദ്രന്റെ നിന്നും വാങ്ങിയ ഒരു വസ്തുവായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഈ വസ്തു എന്ന് പറയുന്നത് ഇന്നും എസ് സുകുമാരൻ നായരുടെ പേരിൽ പട്ടയമുള്ളത്. സുകുമാരൻ നായർ 2001 മരണപ്പെട്ടു പോയി. ഈ വസ്തു ഒന്നുകിൽ ഉഷകുമാരിയോ ഉഷകുമാരുടെ മകള് വിനിത ലക്ഷ്മിയോ എഴുതി കൊടുക്കുകയോ അല്ലെങ്കിൽ ആ ഒരു എന്നാൽ പോലും വെളിയിൽ ഒരാളിന് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ കൊടുക്കണമെങ്കിൽ പഞ്ചായത്തിന് തിരികെ കൈമാറേണ്ട വസ്തുവാണ്. കാരണം ഇത് ഭൂരഹിത കർഷകർക്ക് അതിയന്നൂർ പഞ്ചായത്ത് വാങ്ങി കൊടുത്ത 4 സെന്റ് വീതം വരുന്ന കണ്ടങ്ങളിലുള്ള ഒരു കണ്ടമാണത്. അപ്പൊ ഇതിനകത്ത് വസന്തയ്ക്ക് ഇതിൽ അവകാശം വരണമെങ്കിൽ വസന്ത ഭൂരഹിതയായിരിക്കണം. വസന്തയ്ക്ക് വേറെയും പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ വസന്തയ്ക്ക് ഈ ഭൂമിയിൽ അവകാശം വരില്ല. അത് വളരെ വ്യക്തമായിട്ട് കോടതിയിലും ഞാൻ പറഞ്ഞതായിരുന്നു. പക്ഷെ അതിന്റെ ക്ലാരിറ്റി ബഹുമാനപ്പെട്ട കോടതിക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് അതിനകത്തുള്ള വസ്തുതയായിട്ട് അവർ കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാനിത് ഹൈക്കോടതിയിൽ സിവിൽ OP ഫയൽ ചെയ്യണം എന്ന് രഞ്ജിത്തിന്റെ അടുത്ത് പറഞ്ഞത്. അതെനിക്ക് നിയമസഹായം വരുന്ന ഒരാളുടെ അടുത്ത് ഇങ്ങനെയാണെന്നുള്ള വാസ്തവം പറഞ്ഞു കൊടുക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നീ ഒട്ടും പേടിക്കണ്ട, ഇത് നിന്റെ കയ്യിൽ നിന്ന് പോവില്ല എന്ന് വളരെ വ്യക്തമായിട്ട് വീണ്ടും പറഞ്ഞു കൊടുത്താണ് ഞാൻ രഞ്ജിത്തിന് വിട്ടത്. അപ്പോഴാണ് രഞ്ജിത്ത് പറഞ്ഞത് ഫിലോ കാലിയക്കെതിരെ അവരൊരു കേസ് ഫയൽ ചെയ്തിരുന്നുവെന്നും അതിൽ ഫിലോ കാലിയയ്ക്ക് അനുകൂല വിധി കിട്ടിയെന്നും രഞ്ജിത്ത് അത് ഞാൻ പറയുമ്പോഴും പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ അതൊന്നും എൻ്റെ അടുത്ത് നേരത്തെ പറയണമായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ CMA 26/2020 അത് അതിന്റെ തെളിവ് കൂടെ നമുക്ക് കൊടുക്കാമായിരുന്നു. അത് നമുക്ക് നല്ലൊരു എവിഡൻസ് ആയിരുന്നു എന്നുള്ളത് ഞാൻ രഞ്ജിത്തിനോട് പറഞ്ഞു. അപ്പൊ രഞ്ജിത്ത് എന്നിട്ട് നമ്പർ തന്നപ്പോൾ നോക്കിയപ്പോഴേ ആ കേസ് അവർക്ക് എസ് പാർട്ടി വിധിയായി. അവർക്ക് അനുകൂല വിധി ഫിലോ കാലിയയ്ക്ക് കിട്ടിപ്പോയതായിട്ട് എനിക്ക് കാണാൻ സാധിച്ചു. ആ വിവരങ്ങൾ മാത്രമേ എനിക്കറിയൂ. കാരണം വളരെ കുറച്ച് സമയം മാത്രമാണ് രഞ്ജിത്ത് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ രഞ്ജിത്ത് അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം രാവിലെ 11 മണിക്ക് വരാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എൻ്റെ ക്ലർക്കിന്റെ അടുത്ത് പറഞ്ഞു, രഞ്ജിത്ത് വന്നു കഴിഞ്ഞാൽ എന്നെ കാണാതെ പോകരുത് എന്നൊന്ന് പറയണം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ മരണപ്പെട്ട ദമ്പതികളെ സംബന്ധിച്ചാണെങ്കിലും രഞ്ജിത്തിന്റെ ഇപ്പോഴത്തെ ആശങ്കയാണെങ്കിലും നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത് ഈ വസന്തയിലേക്ക് തന്നെ ഈ ഉടമസ്ഥാവകാശം പോകും എന്നുള്ള ഒരു ആശങ്കയാണ് ഇവരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും സാധ്യത ഈ ഒരു കേസിലുണ്ടോ? വസന്തയുടെ കയ്യില് റവന്യൂ റെക്കോർഡ്സുകൾ ഇരിക്കുക. റവന്യൂ റെക്കോർഡ്സ് എന്ന് പറയുമ്പോൾ പ്രമാണം, അതിന്മേലുള്ള കരംതീരുവ, അതിന്മേലുള്ള കൈവശാവകാശം. പക്ഷേ അത് എവിടെ നിന്ന് വന്നു എന്നുള്ളത്
ഫൈൻഡ് ഔട്ട് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് അതിയന്നൂർ പഞ്ചായത്തിന്റെ വകയാണ്, സർക്കാരിന്റെ വകയാണ്. സർക്കാർ എഴുതി കൊടുത്താൽ മാത്രമേ ഇത് അടുത്തൊരാളിന് ചെല്ലൂ. കാരണം അത് ഭൂരഹിത കർഷകർക്ക് കൊടുത്തതിന് ശേഷം അവര് നല്ലൊരു നിലയിൽ എത്തിക്കഴിഞ്ഞാൽ, മെച്ചപ്പെട്ട രീതിയിൽ സമൂഹത്തിൽ അവർ എത്തിക്കഴിഞ്ഞാൽ ആ വസ്തു അവർക്ക് വേറെ എന്തെങ്കിലും വസ്തുക്കൾ സമ്പാദിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവർ ഈ വസ്തുവിൽ ഉള്ള എടുപ്പുകൾ പോലും, കെട്ടിടം ഉണ്ടെങ്കിലും മരങ്ങൾ ഉണ്ടെങ്കിലും ഇതെല്ലാം സൗജന്യമായിട്ട് തന്നെ തിരിച്ചവിടെ കൈമാറണം, പഞ്ചായത്തിന് കൈമാറണം എന്നുള്ളതാണ് വ്യവസ്ഥയും നിയമവും. ആ നിയമത്തെ മറികടന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അതിൻ്റെ ഇടയിൽ പിന്നെ ഒരു ഉത്തരവ് വന്നിട്ടുണ്ടായിരുന്നു, ഇത് കൈമാറാം 10 വർഷം കഴിഞ്ഞാൽ കൈമാറാമെന്ന്. തിരിച്ചുടൻ തന്നെ അത് വീണ്ടും വന്നു, അങ്ങനെ കൈമാറാൻ പറ്റില്ല എന്നും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എസ് സുകുമാരൻ നായരുടെ വകയാണ്. സുകുമാരൻ നായർ 2001 മരണപ്പെട്ടു. അത് കഴിഞ്ഞ് ഉഷകുമാരിക്കും വിനിതാലക്ഷ്മിക്കുമാണ് അവകാശപ്പെട്ടത്. ഈ ഉഷകുമാരിയും വിനിതാലക്ഷ്മിയും വർഷങ്ങളോളം ആ സ്ഥലത്ത് വന്നിട്ടില്ല, ഇന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒഴിഞ്ഞു കിടന്ന ഭൂമി രാജൻ വളരെ വ്യക്തമായിട്ട് അവിടുത്തെ നിയമവും വ്യവസ്ഥകളും അറിയാമെന്നുള്ളത് കൊണ്ടാണ് അവിടെ കയറി വർഷങ്ങളോളായിട്ട് താമസിച്ചു വന്നത്. താമസിച്ചു വരവെയാണ് ഈ കേസ് കൊടുത്തത്. ഈ കേസ് കൊടുത്തത് വസ്തു എന്റേതാണ്, കയ്യേറിയ അങ്ങനെയല്ല കൊടുത്തിട്ടുള്ളത്. അവിടുത്തെ കിളിയുടെ കൊക്കിന്റെ കഴുത്തൊടിച്ചെന്നും അവിടെ നിന്ന് ചെടിച്ചട്ടി തട്ടിയിരുന്നെന്നും അവിടുത്തെ പൂട്ട് പൊളിച്ച് ഇങ്ങനെയൊക്കെയുള്ള ഒരു കേസാണ്. ബസന്തയുടെ അല്ല, ഈ വസ്തുവിലുള്ള അങ്ങനെയുള്ളൊരു കേസാണ്. വഴിക്ക് വിട്ടിട്ട് മതിൽ കെട്ടിയിരുന്നു, അതിനകത്ത് ഇങ്ങനെ ഇതൊക്കെ ചെയ്തു എന്നുള്ള തെറ്റാണ് ഒരു കേസ്. അത് കേസ് കോടതി ലിസ്റ്റിലാക്കുന്ന ഒരു നടപടിയുണ്ട്. അപ്പൊ അവിടെ എത്തിയിട്ടില്ല. അപ്പൊ അവിടെ എത്തിക്കഴിയുമ്പോൾ വളരെ വ്യക്തമായിട്ട് ഈ OS 447/2001 കേസും ആ കൊടുത്ത ആളുകളും ഒപ്പിട്ടിരിക്കുന്നതൊക്കെ വ്യാജമാണെന്ന് തെളിയിക്കപ്പെടണം. ഈ രാജേന്ദ്രൻ സുഗന്ധിക്ക് ഈ വസ്തുവിന് അവകാശം ഉണ്ടായിരുന്നില്ല. അവകാശം ഇല്ലാത്ത ആളുകളുടെ കയ്യിൽ നിന്നാണ് വ്യാജമായി പ്രമാണം ചമച്ചിട്ടുള്ളതെന്നുള്ളത് തെളിയിക്കപ്പെടണം. ഇത് അതിയന്നൂർ പഞ്ചായത്തിന്റെ വകയാണെന്നുള്ളത് തെളിയിക്കപ്പെടേണ്ടതുണ്ട്. ഇവിടെ ഇവര് എത്ര കാലം കൊണ്ട് കയറി താമസിച്ചു എന്നുള്ളതും തെളിയിക്കപ്പെടേണ്ടതുണ്ട്. കാരണം ഇവര് ഈ സംഭവം നടക്കുന്ന സമയത്തൊന്നും അല്ല കയറി താമസിച്ചതെന്നാണ് എന്നോട് രഞ്ജിത്ത് പറഞ്ഞത്. അവര് അവിടെ വർഷങ്ങളായിട്ട് അവരുടെ കയ്യിലിരിക്കുകയായിരുന്നു. ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു കേസ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇയാൾക്ക് പിന്നെ പട്ടയത്തിന് അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. അമ്പിളി മരിക്കുന്നതിന് മുമ്പ് പട്ടയത്തിന്റെ അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ പട്ടയ മേള നടന്ന സമയത്ത് നോക്കിയപ്പോഴേ അങ്ങനെ ഒരു അപേക്ഷ ഉള്ളതായിട്ട് കാണുന്നില്ല അവിടെ. അതെന്താണെന്ന് അറിയില്ല. പക്ഷെ ഞാൻ അതിന്റെ ഒരു ഫോട്ടോ കോപ്പി കണ്ടിട്ടുണ്ടായിരുന്നു. അമ്പിളി ജീവിച്ചിരുന്ന സമയത്ത് 2019 മുമ്പേ പട്ടയത്തിന്, കാരണം കുറെ നാൾ താമസിച്ചതിന് ശേഷമാണല്ലോ ആരെങ്കിലും പട്ടയത്തിന് അപേക്ഷ കൊടുക്കുന്നത്. അങ്ങനെ ആ പട്ടയത്തിന് അപേക്ഷ കൊടുത്തിട്ടുള്ളതായിട്ട് ഞാനൊരു അപേക്ഷ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നെയ്യാറ്റിൻകര ടൗൺ ഹാളിൽ വെച്ച് പട്ടയമേള നടന്നു. പട്ടയമേള നടന്നപ്പോൾ MLA സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു, പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു. ഞാൻ ജനപ്രതിനിധി ആയതുകൊണ്ട് ഞാൻ നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയുടെ ഭാഗമായിട്ട് കൗൺസിലേഴ്സിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനും അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ അതിയന്നൂർ പഞ്ചായത്തിന്റെ വരുമ്പോഴേ അവിടെ വേറെ ഒരാളുടെ പട്ടയത്തിന്റെ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ MLAയും ഞാനും ഒരേ സ്വരത്തിൽ പെട്ടെന്ന് ഒരുമിച്ച് ചോദിച്ചു, ഈ രാജൻ അമ്പിളിയുടെ പട്ടയത്തിന്റെ അപേക്ഷയുടെ ഉണ്ടോന്ന് കേട്ടപ്പോൾ അങ്ങനെ ഒരു അപേക്ഷ കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പിന്നെ രഞ്ജിത്തിന്റെ അടുത്ത് ഈ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം വളരെ കുറച്ച് സമയമാണ് ഇരുന്നെങ്കിലും ഞാൻ ഇത് പറഞ്ഞതിനോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു, അവിടെ താലൂക്കിൽ പോയി അന്വേഷിച്ചിട്ട് അമ്മ കൊടുത്തിട്ടുള്ള അപേക്ഷ അവിടെ ഒന്ന് നോക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ രഞ്ജിത്ത് പറഞ്ഞു എന്റെ വീട്ടിലൊരു കോപ്പി ഉണ്ടായിരുന്നു, ഞാൻ അതെടുത്ത് കൊണ്ടുപോയി ചെയ്യാം എന്ന് എൻ്റെ അടുത്ത് വാക്ക്. അപ്പൊ അതിനും കൂടെ വേണ്ടിയാണ് ജൂൺ 20-ാം തീയതി ഇവിടെ പിന്നെ കേസ് ഉണ്ടായിരുന്നു, വരണമെന്ന് പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് രഞ്ജിത്ത് പോയത്. പക്ഷെ പോയതിന് ശേഷം വേറെ ആരോടെങ്കിലും അഭിപ്രായം കേട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇരിക്കുമ്പോഴേ രഞ്ജിത്തിന് യാതൊരു കുഴപ്പമില്ലായിരുന്നു. ഞാൻ ഇന്ന് വരെ രഞ്ജിത്തിനെ അങ്ങനെ ഒരു വയലന്റ് ആയിട്ടോ അവൻ എന്തെങ്കിലും അസ്വാഭാവികതയായിട്ടോ അല്ലെങ്കിൽ ഒരു ഡിപ്രഷനായിട്ടോ ഞാൻ കണ്ടിട്ടില്ല. ആദ്യകാലങ്ങളിൽ കണ്ടിരുന്നു. അവൻ എൻ്റെ അടുത്ത് വന്നത് അമ്മയും അച്ഛനും മരിക്കുന്നതിന്റെ തലേദിവസമാണ് വന്നത്. ആ തലേദിവസം വന്നത് തൊട്ട് ഞാൻ അവനെ സമാധാനപ്പെടുത്തി തന്നെയാണ് വിട്ടിട്ടുള്ളത്. മറ്റു കാര്യങ്ങൾ അന്ന് മുതലാണ് അവരുടെ വീട്ടിനകത്തുള്ള എല്ലാ പേപ്പറുകളും പറക്കിയെടുത്ത് വന്നിട്ടാണ് മറ്റു കാര്യങ്ങൾ, ഈ റെക്കോർഡുകളെല്ലാം ഞങ്ങൾ കണ്ടെത്തിയതെല്ലാം അങ്ങനെയാണ്. എല്ലാ റെക്കോർഡുകളും കണ്ടെത്തി വിവരാവകാശ പ്രകാരം അതിൻ്റെ ഇതെല്ലാം എടുത്തപ്പോഴാണ് ഈ വസ്തു സുകുമാരൻ നായരുടെ വകയാണ്, കോങ്ങൽ വസന്തയുടേതായിട്ട് അവിടെ ഒരിടത്തും രേഖപ്പെടുത്തിയിട്ടില്ല. റവന്യൂ റെക്കോർഡുകളിൽ ഇപ്പോഴും അങ്ങനെയാണ് ഇതിൽ കിടപ്പുള്ളത്. പക്ഷെ അവരുടെ കയ്യിൽ ഈ വ്യാജ നിർമ്മിതമായിട്ടുള്ള ഒരു പിന്നെ വിലയാധാരമുണ്ട്.
അതോടൊപ്പം തന്നെ അതിന്റെ കരതീരുവേണ്ട ആ വസ്തുവിനെ പിന്നും ചെറുമകന്റെ പേരിലോട്ട് മാറ്റി വെച്ചു. ആ ചെറുമകന്റെ പേരിൽ മാറ്റുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാം ഒരാളിന് 4 സെന്റിൽ കൂടുതൽ ഇരുന്നാൽ അത് ലഭ്യമാകില്ല എന്ന് വളരെ വ്യക്തമായിട്ടും അറിയാം. അത് മാത്രമല്ല, ഇതൊരു ഒറിജിനൽ ഡോക്യുമെന്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യം കൂടെ അതിനകത്തുണ്ട്. ആ ദുരൂഹത ഉള്ളത് കൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ആധാരങ്ങൾ, അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ പേരിലൊന്നും വസ്തു എഴുതി വെക്കേണ്ട കാര്യമില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതിനകത്ത് ഇവരിപ്പം രഞ്ജിത്താണ് ഇവിടെ വരുന്നത്, രഞ്ജിത്തിന്റെ ബ്രദറുണ്ട്. അപ്പൊ അവരൊക്കെ വന്ന് ഈ കേസ് നടത്തി കഴിഞ്ഞാൽ അവർക്ക് നിലനിൽപ്പുണ്ടെന്നുള്ളതാണ് എന്റെ വ്യക്തമായിട്ടുള്ള നിഗമനം. അതിന് പഞ്ചായത്ത് സർക്കാരും അവരോടൊപ്പം കൂടെ ഉണ്ടാകണം. രഞ്ജിത്ത് മാത്രമാണ് വരുന്നത്. ഇപ്പൊ ഒത്തിരി നാളായിട്ട് ഇവിടെ വരക്കയില്ല. രഞ്ജിത്ത് ഇവിടെ സ്ഥലത്തില്ലായിരുന്നു. രഞ്ജിത്ത് ഇങ്ങനെ സിഗ്നേച്ചറൊക്കെ ഇടണമെങ്കിൽ മാത്രമാണ് രഞ്ജിത്തിനെ വിളിച്ചു വരുത്താറുള്ളത്. അല്ലാതെ ഒന്നും രഞ്ജിത്തിനെ വിളിച്ചു വരുത്താറുമില്ല അങ്ങനെ കേസിന്. കാരണം CMA-ലും ഒരു ആവശ്യം ഉണ്ടായിരുന്നതുകൊണ്ട് വിളിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ ജൂൺ മാസം 20-ാം തീയതി നെയ്യാറ്റിൻകര പ്രിൻസിപ്പൽ മുനിസിപ്പൽ കോടതിയിൽ OS 25/2020 ഉണ്ടായിരുന്നു. അന്ന് വിളിച്ചു വരുത്തിയിരുന്നു. പിന്നെ നാളെ കേസുണ്ട്, നാളെ രഞ്ജിത്ത് വരേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ രഞ്ജിത്തിനെ വിളിക്കുന്നത്. പക്ഷെ രഞ്ജിത്തിന് വരേണ്ട ആവശ്യമുണ്ട്. രഞ്ജിത്ത് ഈ CMA തള്ളിയതിന്റെ ഓർഡർ കൊണ്ടുവന്ന് ഹൈക്കോടതിയിലെ ഓഫീസുകൾ കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകണം. പിന്നെ മറ്റു കാര്യങ്ങൾ ഇനി വരുന്ന മുറയ്ക്ക് അവരുടെ സഹകരണം ഉണ്ടായാൽ മാത്രമേ ഇന്ന് വ്യക്തമായിട്ട് നമുക്ക് ഈ കാര്യങ്ങളിലോട്ട് എത്തിപ്പെടാൻ പറ്റുള്ളൂ. അതിന് ആദിയന്നൂർ പഞ്ചായത്തും കേരള സർക്കാരും ഒപ്പം ഉണ്ടാകും. കല്ലറ മാഡം, അങ്ങനെ ഇപ്പൊ കല്ലറയെല്ലാം ആരെങ്കിലും പൊളിച്ചിട്ട് പോവോ? അല്ലെങ്കിൽ വീട് പൊളിച്ചിട്ട് പോവോ? പൊളിച്ചിട്ട് പോവില്ല. അങ്ങനെ എന്തെങ്കിലും ഒന്ന് വന്നാലാണ് സെറ്റിൽമെന്റിന്റെ ഭാഗത്തോട്ട് പോകണം. രഞ്ജിത്ത് ആ കാര്യമാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ പോലും നിലനിൽക്കാൻ എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്. വീടും പൊളിക്കേണ്ടി വരില്ല, കല്ലറയും പൊളിക്കും. കല്ലറ ഒരിക്കലും പൊളിക്കേണ്ടി വരില്ല. കാരണം അവിടെ ജീവിച്ച് അവിടെ മരിച്ച് അവിടെ അന്തി ഉറങ്ങുന്ന ഭൂമിയാണ്. ഒരിക്കലും അത് പൊളിക്കേണ്ടി വരില്ല. അങ്ങനെ ഒരിക്കലും പൊളിക്കേണ്ടി വരുമെന്ന് ഞാൻ രഞ്ജിത്തിന്റെ അടുത്ത് ഒരിക്കലും പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും അവൻ ചോദിച്ചാൽ പോലും ഒരിക്കലും നിന്റെ അമ്മയും അച്ഛനും അന്തി ഉറങ്ങുന്ന മണ്ണ് നിനക്ക് നഷ്ടപ്പെടില്ല എന്ന് മാത്രമേ രഞ്ജിത്തിന് പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. ഒരിക്കലും നിനക്കിത് നഷ്ടം വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല, നാളിതുവരെ പറഞ്ഞില്ല. അങ്ങനെ ഒന്നും ഒത്തിരി സംവിധാനങ്ങളില്ലേ മേഡം. നമുക്ക് പിന്നെ അവരുടെ അടുത്ത് പോയി നമുക്ക് സംസാരിച്ച് അങ്ങനെയാണെങ്കിൽ അതിന്റെ വഴിയിൽ അപ്പോഴും പോവാം. അതാണ് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞത്. അതിന് സമയമുണ്ട്, ഇപ്പോഴൊന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട്. പക്ഷേ രഞ്ജിത്തിന് പുറത്തുനിന്ന് എവിടെയോ ശരിയല്ലാത്ത ഉപദേശങ്ങൾ കിട്ടിയിട്ടുണ്ടാവണം. അതാണ് ഇതിലേക്ക് നയിച്ചതെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം രഞ്ജിത്ത് മറ്റൊരു ദുസ്വഭാവം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ടാറ്റു ഉണ്ട്, അതിപ്പോൾ ഉള്ളതല്ല പണ്ടേ ഉള്ളത്. ഞാൻ എപ്പോഴും വരും പറയും മോനെ ടാറ്റു ഒന്നും നമുക്ക് വേണ്ടാന്ന് പറയും. അത് ആൻറ്റി പണ്ടേ ഉള്ളതല്ലേ എന്ന് ചിരിച്ചുണ്ട് നല്ലൊരു പുഞ്ചിരിയോടെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ എന്താണ് ഈ ജൂൺ 19-ാം തീയതി വന്നിട്ട് പോയതിന് ശേഷം സംഭവിച്ചു എന്ന് അറിയില്ല.